ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് 10ാമത്തെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് മൊഡ്യൂൾ ഏതാണെന്ന് വെച്ചാൽ പബ്ലിക് ഇൻ്റർനാഷണൽ ലോ. ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രോ ക്ലാസ്സാണ്. നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെ ഇൻട്രോ ക്ലാസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് പൊതുവായിട്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്ത് സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ പബ്ലിക് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 10ാം മൊഡ്യൂളിലെ സബ്ജക്റ്റിൽ നമ്മൾ എന്താ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം നിയമം എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ ബിഹേവിയറിന് അല്ലേ, മനുഷ്യരുടെ കണ്ടക്റ്റിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ലോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻ്റർനാഷണലി മനുഷ്യരെയാണോ ബിഹേവിയർ കണ്ടക്ട് ചെയ്യേണ്ടത്? അല്ല, ഒരുപാട് രാജ്യങ്ങളാണല്ലേ ലോകത്തുള്ളത്, ഒരുപാട് രാജ്യങ്ങൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ലോ വന്നിട്ടുള്ളത്. രാജ്യങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകൾ, UN അങ്ങനെ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളും പിന്നെ ചില സമയങ്ങളൊക്കെ ഇൻഡിവിജ്വൽസ്, വ്യക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ലോയിൻ്റെ സബ്ജക്റ്റുകളായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു ലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലോ വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തർക്കങ്ങൾ പരിഹരിക്കും അല്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കും. അപ്പോൾ അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് വലിയ വലിയ യുദ്ധങ്ങളിലേക്കൊക്കെയാണ് എത്തിപ്പെടുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ലോ അത്യാവശ്യമാണ് അല്ലേ. പിന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലേക്ക് ഒരുപാട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു പല രാജ്യങ്ങൾ തമ്മിൽ നമുക്ക് വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇങ്ങനെയുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോ വേണ്ടേ? അങ്ങനെ പിന്നെയോ പല മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി, പിന്നെ നമുക്ക് പൊതുവായി ഉള്ളതാണ് അല്ലേ, നമ്മുടെ ഭൂമിക്ക് പൊതുവായി എല്ലാ രാജ്യങ്ങൾക്കും പൊതുവായി ഉള്ളതാണ് അന്തരീക്ഷം, സമുദ്രം, ബഹിരാകാശം, ഇവയൊക്കെ അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗങ്ങൾ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടും പബ്ലിക് ഇൻ്റർനാഷണൽ ലോ ആവശ്യമാണ് അല്ലേ. അങ്ങനെ പിന്നെന്താ ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ഇതിൽ സബ്ജക്റ്റുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സ്റ്റേറ്റുകളാണ്. പിന്നെ കൺസെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നിയമം വർക്ക് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാത്? രാജ്യങ്ങൾ തമ്മിൽ കൺസെൻറ്റ് വേണം, സമ്മതത്തോടും കൂടിയാണ് ഒരു ട്രീറ്റിയിൽ അല്ലെങ്കിൽ ഒരു നിയമത്തിലേക്ക് നമ്മൾ വരുന്നത്. എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ്? ഒരു ഡൊമസ്റ്റിക് ലോ പോലെ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം ഒന്നും പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിലില്ല, ഒരു വീക്കാണല്ലേ അത്. അതിനൊരു എൻഫോഴ്സ് ചെയ്യിക്കാൻ വേണ്ടി പോലീസ് സിസ്റ്റം അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താണ്? നമ്മുടെ രാജ്യത്ത് നിയമം ഉണ്ടാക്കാൻ ലെജിസ്ലേച്ചർ, പാർലമെൻറ്റ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ ലോ ഉണ്ടാക്കാൻ എവിടെയെങ്കിലും ഒരു പാർലമെൻറ്റ് ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പിന്നെ ഈ നിയമത്തിലേക്ക് എത്തുന്നത്? അത് നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് തന്നെ വളരെ വലിയൊരു ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്, സോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലതരം കസ്റ്റത്തിലൂടെയും ട്രീറ്റി, രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ ട്രീറ്റിയിലൂടെയൊക്കെയാണ് ഇൻ്റർനാഷണൽ ലോയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. പിന്നെ ഇത് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നിയമത്തിലും വ്യത്യാസം ഉണ്ടാകും. കാരണം ഇപ്പോൾ ഉള്ളൊരു സൈബർ ആയിട്ടുള്ളൊരു ടെക്നിക്കലായിട്ടുള്ളൊരു കാലഘട്ടം, സൈബർ ലോസൊക്കെ വരുന്നതാണ് അല്ലേ, സ്പേസ് ലോ അങ്ങനെയൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഡൈനാമിക് ആയിട്ടുള്ളൊരു നാച്ചറാണ് ഇൻ്റർനാഷണൽ ലോയ്ക്ക് ഉള്ളത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഈ മൊഡ്യൂളിൽ സോഴ്സസ് ഓഫ് പബ്ലിക് ഇൻ്റർനാഷണൽ ലോ ഓരോന്നായിട്ട് പഠിക്കാനുണ്ട്. ട്രീറ്റീസ്, കസ്റ്റം, ജനറൽ പ്രിൻസിപ്പിള്, പിന്നെ ജൂറിസ്റ്റിക്കായിട്ടുള്ള ജൂറിസ്റ്റുകളുടെ റൈറ്റിങ്സും വർക്ക്സും ഒക്കെ ഇതിൻ്റെ ഒരു ഉത്ഭവത്തിനിടയാക്കിയ കാര്യങ്ങളും കാരണങ്ങളൊക്കെയാണ്. നമ്മളിതിൽ സ്റ്റേറ്റിൻ്റെ റെക്കഗ്നിഷൻ, സ്റ്റേറ്റിൻ്റെ എലമെൻറ്റ്സ്, സ്റ്റേറ്റ് സക്സഷൻ, UN, ഹ്യൂമൻ റൈറ്റ്സ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ
ICJ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ലോ ഓഫ് സീ, പിന്നെ ട്രീറ്റീസ് പലവിധം, ഇതൊക്കെ നമുക്ക് പബ്ലിക് ഇൻ്റർനാഷണൽ ലോ മൊഡ്യൂളിൽ വരുന്ന സബ്ജക്റ്റുകളാണ്. ഓരോന്നും ഓരോ ടോപ്പിക്ക്, സബ്ജക്റ്റല്ല, ഓരോ ടോപ്പിക്കുകളാണ്. ഓരോന്നും നമുക്ക് വേറെ വേറെ തന്നെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തിൽ വരുന്നത്, പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിൽ വരുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ സിലബസ് എടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.